സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഋഷിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവാതെ അങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുകയാണ്. ഈ സമയം ഋഷിയും തന്റെ സുഹൃത്തുക്കളും പ്രഭാവതിയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. കത്തിയെടുത്ത് പ്രഭാവതിയുടെ അരികിലേക്ക് വരികയാണ്. ഇന്നത്തെ ഈ ദിവസം ആഘോഷിച്ച് എനിക്ക് മതിയായിട്ടില്ല. നിങ്ങളെ കൊന്നു കളഞ്ഞതിന് ശേഷം വേണം ഇനി ആഘോഷിക്കാനായിട്ട്. എത്ര നല്ല നിമിഷങ്ങളാണ് നിങ്ങൾ കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ ലീയെ നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി, അവളെ ഇല്ലാതെയാക്കി. നിങ്ങൾക്ക് പ്രണയത്തോട് വിരോധമല്ലേ? എന്നിട്ട് എങ്ങനെയാ നിങ്ങളുടെ മകനും മരുമകളും പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾ അതിന് സമ്മതിച്ച്? ഇതൊക്കെ കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ഋഷി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നിങ്ങൾ എല്ലാവരും എന്റെ കുട്ടികളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏത് കുട്ടികൾ? ആ കുട്ടികളെ നിങ്ങൾ കൊന്നു തിന്നിട്ടാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ പ്രഭാവതിയോട് ചോദിക്കുമ്പോൾ പ്രഭയ്ക്കാണെങ്കിൽ ഉത്തരമില്ല. അവളാണെങ്കിൽ കരയുന്നുണ്ട്. അവർ മാക്സിമം ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഋഷി ചോദിക്കുന്നു, നന്ദനും ദേവികയും പ്രേമിച്ച് വിവാഹം കഴിച്ചപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ കൊല്ലാതിരുന്നത്? അത് സ്വന്തം മോനായതുകൊണ്ടാണോ? അതെങ്ങനെ? നിങ്ങളുടെ നിയമത്തിൽ അതില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഋഷി ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്നും പറയരുത്. നിങ്ങൾ നന്ദനെയും ദേവികയെയും കൊന്നോ എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കത്തിയുമായിട്ട് പ്രഭയ്ക്ക് അരികിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പ്രഭയുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ തുറന്നു പറയാൻ ഒട്ടും തന്നെ ഋഷി സമ്മതിക്കുന്നില്ല. പിന്നീട് മാധവനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നുണ്ട്. അതായത് അടുത്തുള്ള കുളത്തിൽ നിന്നും ഒരു ശവശരീരം, അതും പ്രഭയുടെ വയസ്സും ഉയരും മറ്റൊക്കെ തന്നെ തോന്നിക്കുന്നത് പോലെയുള്ള ശവമാണെന്നും അത് പറയാനായിട്ട് രാധികയ്ക്കരികിലേക്കും ശാരികയ്ക്കരികിലേക്കും ഓടിയെത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടാൽ പ്രഭാവതിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പേടിയാവും. ഇനിയിപ്പോ ഊഹങ്ങൾ ശരിയായിരിക്കുമോ? നമ്മള് പേടിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയുകയാണ്. കാരണം അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ പ്രഭ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. അങ്ങനെ രാധികയും ശാരികയൊക്കെ തന്നെ നെഞ്ഞത്ത് കൈവച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ചന്ദ്രോത്ത് വീടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഈ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഗിരിയും നന്ദനും അറിയുന്നുണ്ട്. അവരാണെങ്കിൽ ഓടി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ന്യൂസ് വെക്കുന്നുണ്ട്. എന്തായാലും പ്രഭയുടെ ശരീരമല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല, ശരീരമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല. അത് മാത്രമാണ് ഏക ഒരു ആശ്വാസം. അങ്ങനെ നന്ദനും ഗിരീഷും ആ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ രജനി ആവട്ടെ പൊട്ടിക്കരയുന്നുണ്ട്. എന്റെ അമ്മ ഇനി തിരിച്ചു വരില്ലേ അച്ഛാ എന്നൊക്കെ ചോദിച്ച് രജനി വാ വിട്ട് കരയാണ്. എന്നിട്ട് സിദ്ധാർത്ഥനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ സമാധാനപ്പെട്, അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്കും തന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. അവരാണെങ്കിൽ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്തായാലും ഈ സമയം നന്ദനും ഗിരീഷും പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കാതിരിക്കെ, അമ്മയുടെ ശരീരമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ല, നമ്മുടെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ പറയും. സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. എന്തായാലും രജനി കരഞ്ഞ് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. അങ്ങനെ സിദ്ധുവിനെ ദേവികയൊക്കെ തന്നെ സമാധാനിപ്പിക്കാനായിട്ട് എല്ലാവരും പാടുപെടുന്നുണ്ട്. ഈ സിദ്ധാർത്ഥം പറയാണ്, ഞാൻ കാരണം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എനിക്കൊരു അവസരം കൂടി തന്നിരുന്നുവെങ്കിൽ എന്റെ പ്രഭയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം ഒഴിവാക്കുമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കരയാണ്. നന്ദൻ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കാതിരിക്കെ, അച്ഛൻ ഒരിക്കലും കുറ്റക്കാരനെന്നല്ല, അമ്മയായിരിക്കില്ല അത്. അങ്ങനെ നമ്മുടെ അമ്മ നമ്മളെ വിട്ടു പോവില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം പാർട്ടിയിൽ നിന്നും മറ്റൊക്കെ തന്നെ ഗിരീഷിന് കോള് വരുന്നുണ്ട്. അവരാണെങ്കിൽ മറുപടി പറഞ്ഞു മടുക്കുന്നു. അരുന്ധതി ആണെങ്കിൽ ഈ ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ആദ്യം സംശയിക്കുന്നത് ത്യാഗരാജനെ തന്നെയാണ്. ത്യാഗരാജനെ വിളിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, മാഡം അന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ വിട്ടതാണ്. എന്റെ ബലമായ സംശയം സിദ്ധാർത്ഥൻ സാറിനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ആളും ആകെ തകർന്നിരിക്കുകയാണ്. സത്യത്തിൽ പ്രഭാവതിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും പറ്റില്ല. ഞാൻ എന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ത്യാഗരാജനാണെങ്കിൽ ആവർത്തിച്ചു പറയുന്നു. ചന്ദ്രമതിക്കും ത്യാഗരാജനെയാണ് ഡൗട്ട്. ചന്ദ്രമതി ചോദിക്കുമ്പോഴും ത്യാഗരാജൻ അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്നും ഒളിഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു ശത്രു ഉണ്ടെന്നും. ഉറപ്പായിട്ട് അരുന്ധതി ഋഷിയാണെന്നുള്ള സത്യം കണ്ടുപിടിക്കും. അങ്ങനെ ഋഷിയാണെങ്കിൽ പ്രഭാവതിയെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഓരോരോ കാര്യങ്ങളായിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. തന്റെ ലീയെ തിരിച്ചു തരാൻ കഴിയുമോ? അത് ഋഷി പറയുന്നുണ്ട്, നിന്റെ ജീവൻ അങ്ങനെ അങ്ങ് പോയാൽ പാടില്ല. നീ അറിയണം, ചന്ദ്രോത്ത് വീട് തകർന്നടിഞ്ഞ് കണ്ണീരോട് കൂടിയിട്ട് നിൽക്കുന്നത് എന്റെ ലീ. അവളെ എന്നിൽ നിന്നും പിരിച്ചതും അവളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തിയതും നീയാണ്. നീ ഒരിക്കലും ഞങ്ങളെ ആരെയും സ്വന്തം മക്കളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവരുതെന്നൊക്കെ ഋഷിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നു. പ്രഭയാണെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കത് സാധിക്കുന്നില്ല. ഋഷിയും സുഹൃത്തുക്കളും അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തായാലും കാത്തിരിക്കുക ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ബൈ.